എറണാകുളം വല്ലാർപാടത്ത് കണ്ടെയ്നർ ലോറി ഡ്രൈവേഴ്സ് നേരിടുന്നത് കടുത്ത തൊഴിൽ ചൂഷണം. സർക്കാർ നിർദ്ദേശിച്ച വേതന പരിഷ്കാരങ്ങൾ ലംഘിക്കുന്നു എന്നാണ് ആക്ഷേപം. കുറഞ്ഞ ശമ്പളത്തിന് തമിഴ്നാട്ടിൽ നിന്നും ഡ്രൈവേഴ്സിനെ എത്തിച്ചുകൊണ്ടും ചൂഷണം തുടരുകയാണ്. കൊച്ചി തുറമുഖത്തെത്തുന്ന ചരക്കുകൾ നാടിന്റെ പല ഭാഗത്തെത്തുവാൻ നടുവൊടിഞ്ഞും പണിയെടുക്കുന്ന ഡ്രൈവർമാർ അവരുടെ അന്നത്തിൽ കൈയിട്ട് വാരുകയാണ് ചില കോർപ്പറേറ്റ് കമ്പനികൾ. അവർക്കെതിരെയാണ് ഇന്ന് ഇവരുടെ പ്രതിഷേധം. ഈ നിൽക്കുന്നതിൽ ഭൂരിഭാഗം പേരും വർഷങ്ങളായി വല്ലാർപാടത്ത് ചരക്ക് ഗതാഗത നീക്കത്തിന് വളയം പിടിക്കുന്നവരാണ്. തുടക്കകാലത്തെന്ന പോലെ ഇപ്പോഴും ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ ദുരിതപൂർണമാണ്. അതാണ് സർക്കാർ നിർദ്ദേശിച്ച ബാറ്റ സംവിധാനം അട്ടിമറിക്കുന്ന കോസ്റ്റൽ മേഖലയിലെ കുത്തക ഷിപ്പിംഗ് ട്രാൻസ്പോർട്ട് കമ്പനികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഇവരെ നിർബന്ധിച്ചത്. നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കാർ നിശ്ചയിച്ചൊരു വാടക സിസ്റ്റമുണ്ട്. അതായത് ഒരു ഡ്രൈവറിനും ആ വണ്ടിയിലോടുന്ന ക്ലീനറിനും ഇത്ര രൂപ, ഇത്ര പെർസെൻറ്റേജ് ശതമാനം, അതായത് ഓരോ വാടക അടിസ്ഥാനമാക്കി ഇത്ര പെർസെൻറ്റേജ് നമുക്ക് അതിൻ്റെ വേതനം തരാമെന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. സർക്കാർ അംഗീകരിച്ചൊരു വ്യവസ്ഥയുണ്ട്. അത് നിലവിൽ ഇവിടെ കിട്ടുന്നില്ല. പല യൂണിയനുകളിൽപ്പെട്ടവരാണ് ഒന്നിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത്. പ്രതിഷേധത്തെ ചെറുക്കാൻ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇറക്കി ചരക്ക് നീക്കുകയാണ് കമ്പനികൾ. വല്ലാർപാടം എക്കണോമിക് സോണിൽ അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും തമ്മിലുള്ള വാക്കേറ്റങ്ങളും സംഘർഷങ്ങളും പതിവ് കഥയാണ്. സമരങ്ങളും നിവേദനങ്ങളും നിയമ പോരാട്ടങ്ങളും പലവട്ടം കഴിഞ്ഞു. പരിഹാരമില്ലെങ്കിലും ജീവനോപാധിയായ ഈ തൊഴിൽ തന്നെ തുടരുക എന്ന ഒറ്റ മാർഗം മാത്രമേ ഇവർക്ക് മുന്നിലുള്ളൂ. ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ഗതികേടിനെ മുതലാക്കുകയാണ് കമ്പനികൾ. കമ്പനി അധികൃതരുമായിട്ട് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അതിനുശേഷം 4 മാസമായിട്ടും ഈ ലിസ്റ്റിന് ഇതുവരെ പ്രാബല്യത്തിൽ വരുത്താൻ അവർ തയ്യാറായിട്ടില്ല. ലേബർ കമ്മീഷണർക്ക് മുൻപിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ബാറ്റ പരിഷ്കരണം കമ്പനി ഉടമകൾ സംയുക്തമായി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അതിതുവരെയും പ്രാബല്യത്തിൽ വന്നിട്ടില്ലെന്നതാണ് തൊഴിലാളികളുടെ ആരോപണം. തങ്ങൾ നേരിടുന്ന തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെയുള്ള ഈ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതിഷേധം അത് ആരുടെയും ഔദാര്യം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. സർക്കാർ നിശ്ചയിച്ച കൃത്യമായ ബാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിവരുടെ അവകാശമാണ്. BS രാഹുലിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഡ്രൈവേഴ്സ് പറയുന്നത് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. പല യൂണിയനുകളിൽപ്പെട്ടവരിപ്പോൾ ഒരുമിച്ച് അവരുടെ അവകാശങ്ങൾക്കായി അവിടെ ശബ്ദമുയർത്തുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾക്കാണ്. ഇത് സമരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബാറ്റ യൂണിയൻ അംഗീകരിച്ച് ബാറ്റ കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ ഈ വല്ലാർപാടം സ്റ്റാർട്ടിങ് മുതലേ കണ്ടെയ്നർ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ അന്ന് കിട്ടുന്ന ശമ്പളം പോലും നമുക്ക് ഇന്ന് തരുന്നില്ല. പല കുത്തക കമ്പനികളും അവർക്ക് തോന്നിയ ശമ്പളമാണ് നൽകുന്നത്. അതിന് ഇവിടെ ഇല്ലാത്ത ആളുകളെ വിളിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ആളുകളെ ഇറക്കിയിട്ടാണ് വണ്ടി ഓടിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളെ വിഘടിപ്പിക്കുകയാണ് പല രീതിയിൽ. ഞങ്ങൾക്ക് ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു ലിസ്റ്റ് ബാറ്റ തരാതെ ശതമാനം കണക്കാക്കിയിട്ടും 10ഉം 12ഉം എന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഉപജീവന മാർഗം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ശരിക്കും ചെയ്യുന്നത്. ബാറ്റയുടെ പ്രശ്നം ഞങ്ങൾക്കല്ല, പല മുതലാളിമാരും അങ്ങനെ ഉണ്ട്. ജെ വ്ളോഗ്സ് എന്ന ഐഡിയയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. റോഡ് മാത്രം മതിയോ, കാൽനടയാത്രക്കാരുടെ കാര്യം, ഫുട്പാത്തിൻ്റെ കാര്യം പറയണ്ടേന്ന്. ഉറപ്പായും കാൽനടയാത്രക്കാർക്കും റോഡിൽ അവകാശമുണ്ട്. നല്ല ഫുട്പാത്തിലൂടെ അവർക്ക് നടന്നു പോകാൻ കഴിയണം. അതും ഈ ഘട്ടത്തിൽ ഉയർന്നു വരേണ്ടതാണ്. പലരും ആ വിഷയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ മദ്യം ആണ് റോഡ് അപകടങ്ങൾക്ക് കാരണമെന്നും പലരും പറയുന്നുണ്ട്. അപ്പം ജോസ്വിൻ പറയുകയാണ് മദ്യനിരോധനം ഉണ്ടായാൽ അപകടം പകുതി കുറയുമെന്നത്. നോക്കാം നമുക്കപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ് അപകടത്തിന് കാരണമാകുന്നത്, അതൊക്കെ ഇല്ലാതാക്കുകയും വേണം.